ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ചക്കടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചക്കട എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ ചക്കട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചക്ക വരട്ടിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചക്ക വരട്ടിയത് വെച്ചിട്ടാണ് ചക്കട ഉണ്ടാക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ചക്ക വെച്ചിട്ട് നമുക്ക് ചക്കട ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഇതിന് മുമ്പ് വരട്ടി വെച്ചിട്ടുള്ള ചക്കയാണ്, ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചക്ക വരട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ചക്കട ഉണ്ടാക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കപ്പ് അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിലേക്ക് അരിപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചക്ക വരട്ടിയത് ആവശ്യമുണ്ടെങ്കിൽ കുഴച്ച് നോക്കുമ്പോഴാണ് നമുക്കത് അറിയാനായിട്ട് പറ്റുക. അപ്പോൾ ചക്ക വരട്ടിയത് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ജീരകത്തിൻ്റെ പൊടിയോ ചുക്കുപൊടിയോ ഏലക്കാപ്പൊടിയോ ഒന്നും ചേർക്കണില്ല. നമ്മൾ ചക്ക വരട്ടുമ്പോൾ ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർക്കണില്ല. ജീരകത്തിൻ്റെ പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്നും ചേർക്കണില്ല. ഇപ്പോൾ നമ്മൾ ചക്ക കുഴച്ചതിലേക്ക് വീണ്ടും കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ പോരായി ഉണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ചക്കാടയ്ക്ക് വേണ്ടിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചക്കട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വാഴയുടെ ഇല എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറുവപ്പട്ടയുടെ ഇലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ കറുവപ്പട്ടയുടെ ഇലയിൽ ചക്കട ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരില വെച്ചിട്ട് അതിലേക്ക് ഒരു ഉരുള ചക്കയുടെ മാവ് എടുത്തിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. അപ്പോൾ പരത്തണ സമയത്ത് ഞാനിവിടെ കുറച്ച് വെള്ളം ഒരു ഗ്ലാസ്സിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്ന് കൈയൊന്ന് മുക്കിയിട്ട് നമുക്കിത് പരത്തി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ആദ്യത്തെ ചക്കട പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ അടയും പരത്തിയെടുക്കാം. ഇനി ഞാൻ ഒരു കറുവപ്പട്ടയുടെ ഇലയിൽ ഒന്ന് പരത്തി എടുക്കണത് കാണിച്ചു തരാം. ഞാനിവിടെ കറുവപ്പട്ടയുടെ ഇല വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാവ് വെച്ചിട്ട് ഇതുപോലെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഇതിങ്ങനെ മടക്കി കൊടുക്കുക, അല്ലെങ്കിൽ കുമ്പിൾ പോലെ ആക്കിയിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെയാണ് മടക്കിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അടയുടെ മാവ് ഇവിടെ എല്ലാതും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. സ്റ്റീമറിലെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തട്ട് വെച്ചിട്ട് നമുക്ക് ഓരോ അടയും ഇതിൽ വെച്ച് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതിൽ അരിപ്പൊടി മാത്രമാണ് ഒന്ന് വെന്ത് വരാനുള്ളത്, ബാക്കിയൊക്കെ വെന്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഈ ചക്ക വരട്ടിയതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ 10 മിനിറ്റ് ആയിട്ടുണ്ട് ചക്കട വേവിക്കാനായിട്ട് വെച്ചിട്ട്. ഇപ്പോൾ ചക്കടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് കറുവപ്പട്ടയുടെ ഇലയിലൊക്കെ വെച്ച കാരണം നല്ലൊരു സ്മെല്ലാണ് ഈ അടയ്ക്കുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ചക്കട കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെയും ചക്കട ട്രൈ ചെയ്യാത്തവർ ചക്ക വരട്ടി ഇട്ടോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ചക്ക വെച്ചിട്ടോ ഒക്കെ ചക്കട ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.